Hi friends, welcome to the another section of Almus PC channel. ഇന്ന് തെരഞ്ഞെടുപ്പാണ്. വോട്ടൊക്കെ ചെയ്തു വന്ന് മടുത്തിരിക്കുന്നൊരു സമയമായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങളൊന്ന് പഠിക്കാം. വോട്ടിനെ പറ്റിയും തെരഞ്ഞെടുപ്പിനെ പറ്റിയൊക്കെ ചെറിയ ബേസിക് ഫാക്റ്റുകളൊന്ന് നോക്കിയിട്ട് പോകാം. അതായത് നമ്മുടെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? ഒരു സംസ്ഥാനത്തിലെ ജനങ്ങൾ അവരുടെ ഭരണപ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്ന രീതിയാണ് എന്തെന്ന് പറയുന്നത്? തെരഞ്ഞെടുപ്പ്, സംസ്ഥാന തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. ഇനി ഈ സംസ്ഥാന തെരഞ്ഞെടുപ്പ് നടത്തുന്നത് ആരാണെന്നൊരു ചോദ്യം വന്നാൽ എന്താണ് അതിന് ഉത്തരം പറയുക? ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയാണ്. നിയമസഭയുടെ കാലാവധി എല്ലാവർക്കും അറിയാം, പക്ഷെ എല്ലാവരും തെറ്റിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. നിയമസഭയുടെ കാലാവധി ചോദിച്ചാൽ 5 വർഷമാണ്, 6 വർഷമല്ല, 5 വർഷമാണ്. പിന്നെ 18 വയസ്സിന് മുകളിലുള്ളവർക്ക് എന്ത് ചെയ്യാം? വോട്ട് ചെയ്യാം. സ്ഥാനാർത്ഥിക്ക് എത്ര വയസ്സ് വേണം? 25 വയസ്സെങ്കിലും വേണം. എങ്കിലും അല്ല, 25 വയസ്സ് വേണം. ഇനി ഫസ്റ്റ് പാസ്റ്റ് ദ പോസ്റ്റ് സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ്? ഏറ്റവും കൂടുതൽ വോട്ട് ലഭിക്കുന്നയാൾ ജയിക്കും എന്ന് പറയുന്ന പേരാണ് ഫസ്റ്റ് പാസ്റ്റ് ദ പോസ്റ്റ് സിസ്റ്റം. ഇനി ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ ശക്തി എന്താണെന്ന് ചോദിച്ചാൽ എന്താണ്? തിരഞ്ഞെടുപ്പാണ്. നമ്മുടെ ഒരു വോട്ട് ഒരു സർക്കാരിനെ രൂപീകരിക്കുവാനും നമ്മുടെ ഭാവിയെ നിർണ്ണയിക്കുവാനും സാധിക്കണം. നമ്മൾ ജാതി, മതം, ലിംഗം ഇതൊന്നും നോക്കിയല്ല നമ്മൾ വോട്ട് ചെയ്യേണ്ടത്. നമുക്കറിയാം നമ്മുടെ കേരളത്തിലെ തൊഴിലവസരങ്ങൾ, അതുപോലെ തന്നെ യുവജനങ്ങളുടെ തൊഴിലില്ലായ്മ, സ്ത്രീ സുരക്ഷ, കുട്ടികളുടെ സുരക്ഷ, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? അനലൈസ് ചെയ്തിട്ട് വേണം ഒരു പാർട്ടിക്ക് വോട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഈ പാർട്ടി കയറിയാൽ നമ്മുടെ ബെനിഫിറ്റ് എന്താണ്, നമുക്ക് എന്തൊക്കെ കിട്ടും, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയൊക്കെ ആകും, ഇവരുടെ ഭരണം കൊണ്ട് നമുക്ക് എന്തൊക്കെ കിട്ടുമെന്ന് ഒരു ഉൾബോധം നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഇംഗ്ലീഷിൽ ഇങ്ങനെ പറയും, തിങ്ക് ട്വൈസ് ബിഫോർ ആൻ ആക്ട് എന്ന് വെച്ചാൽ എന്താ? 2 വട്ടം ചിന്തിക്കണം ഒരു പ്രവൃത്തി ചെയ്യുന്നതിന് മുമ്പ്. അപ്പം ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരു വോട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ 100 വട്ടം ചിന്തിക്കണം. നമ്മൾ നമ്മുടെ സമയമൊക്കെ മാറ്റി വെച്ച് നമ്മൾ ക്യൂയിൽ പോയി നിന്ന് നമ്മൾ വോട്ട് ചെയ്യുന്നതല്ലേ. അപ്പം അത്രയും ഒരു എഫേർട്ട് നമ്മുടെ സൈഡിൽ നിന്ന് എടുക്കുന്നതല്ലേ. അപ്പം നല്ല ഒരു പാർട്ടിക്ക് വേണം. നല്ലൊരു പാർട്ടി എന്ന് ഞാൻ ഉദ്ദേശിച്ചത്, കയറുന്ന പാർട്ടി ഏതായാലും നമ്മൾക്ക് സംരക്ഷണം തരും എന്നത് ഉറപ്പുള്ള ഒരു പാർട്ടിക്ക് വേണം വോട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഇന്ന് അധികമൊന്നുമില്ല, ഇത്രയും എനിക്ക് പറയാനുള്ളൂ. എല്ലാവരും നമ്മുടെ ഭാവി മുൻകൂട്ടി കണ്ടുകൊണ്ട് വോട്ട് ചെയ്യുക. അപ്പോൾ ബൈ. ഇനിയും നല്ല നല്ല വീഡിയോസുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. ചാനൽ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നല്ല വീഡിയോ എന്ന് തോന്നുമെങ്കിൽ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ.